ടീം റാങ്ക് പട്ടികയ്ക്കായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന മാറ്റം റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകില്ല. ഹൈക്കോടതി വിധി നടപ്പാക്കിയെന്ന് സുപ്രീം കോടതിയെ സർക്കാർ അറിയിക്കും. പ്രവേശന നടപടികളെ ബാധിക്കുമെന്ന കാരണത്താൽ അപ്പീലിനില്ലെന്നും പ്രവേശന നടപടികൾ സമയബന്ധിതമായി തീർക്കാൻ ബാധ്യതയുണ്ടെന്നും സർക്കാർ വിശദീകരിക്കും. വിവരങ്ങളുമായി നന്ദഗോപൻ വീണ്ടും ചേരുന്നു. നന്ദഗോപൻ, ഒരു തരത്തിൽ തലയൂരലാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ കീമുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി, ഡിവിഷൻ ബെഞ്ചിൽ നിന്നും തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയതാണ്, ഗാലറിയിലിരുന്ന് കളി കാണാൻ മാത്രമേ തങ്ങളുള്ളൂ, വിദ്യാർത്ഥികൾ വേണമെങ്കിൽ നേരിട്ടിറങ്ങി കളിക്കാൻ ആയിരുന്നു ശിവൻകുട്ടിയുടെ നിർദ്ദേശം. അതായത് സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജിക്ക് അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ കൊടുക്കുവാൻ വേണ്ടി ഇനി തങ്ങളില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയത്. ഇത് പ്രകാരം ഈ കേരള സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. കഴിഞ്ഞ ദിവസം ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയോട് ആരാഞ്ഞത് സംസ്ഥാന സർക്കാർ ഇതിന്മേൽ അപ്പീൽ നൽകുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള മറുപടി നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേസ് വീണ്ടും പരിഗണിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ എന്താണ് മറുപടി എന്നുള്ളത് കോടതി ആരായും. ഏതായാലും സംസ്ഥാന സർക്കാർ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ ആ നിലപാട് വ്യക്തമാണ്. കേരള ഹൈക്കോടതിയിൽ നിന്നും തന്നെ കിട്ടിയ തിരിച്ചടിയുടെ ബാക്കി പത്രം സുപ്രീം കോടതിയിൽ ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ കൂടി പോയി ഇനി വലിയ കനത്ത തിരിച്ചടി അല്ലെങ്കിൽ വലിയ പ്രഹരം ഏറ്റുവാങ്ങേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനും ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധി അത് ശരിവെക്കുന്നു അല്ലെങ്കിൽ അത് നടപ്പാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു നിലപാട് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി ജസ്റ്റിസ് നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെ അറിയിക്കും. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം കോടതി ചില വിഷയങ്ങൾ ആരാഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കപ്പെട്ട് ഈ പ്രോസ്പെക്ടസിൽ ഈ മാറ്റം വരുത്തിയത് എന്നുള്ളതാണ്. അതായത് ഈ CBSE സിലബസ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് പരീക്ഷ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഈ പ്രോസ്പെക്ടസിലൊരു മാറ്റം വരുത്തിയത്. അതേസമയം ഈ കേരള സിലബസിലെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ വാദിച്ചത് സംസ്ഥാന സർക്കാരിന് ഇതിന് അധികാരമുണ്ട്, വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ വാദവും. അവർ അതാണ് ഉന്നയിച്ച് ഹർജി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഏതായാലും റാങ്ക് പട്ടിക വന്നപ്പോൾ CBSE വിദ്യാർത്ഥികൾ കൂടുതലായി ഈ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിക്ക് കാരണമായിരിക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് അല്ലെങ്കിൽ ഈ കേരള സിലബസ് വിദ്യാർത്ഥികളോട് കാണിച്ച നീതി നിഷേധം തന്നെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചത് എന്നുള്ളതാണ്. ഏതായാലും പ്രവേശന നടപടികൾ തടസ്സപ്പെടുത്താനില്ല എന്നുള്ളത് കോടതി കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ സുപ്രീം കോടതി കേസ് പരിഗണിക്കവേ ചൂണ്ടിക്കാണിച്ചു. ഓഗസ്റ്റ് 2-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ നൽകേണ്ട അവസാന തീയതിയാണെന്ന് CBSE വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സമയമാണ് കോടതി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രവേശന നടപടികൾ തടസ്സപ്പെടുത്താനില്ലെന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റേ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതേസമയം കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ഭാവിയിലും ഉണ്ടാകാവുന്ന വിഷയമാണ്, ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നാണ്. ഏതായാലും ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് നരസിംഹയുടെ ഭാഗത്തുനിന്നും ഏത് തരത്തിലുള്ള വിധി ഉണ്ടാകുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കൃഷ്ണ, വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.